أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وسارعوا إلى مغفرة من ربكم وجنة عرضها السماوات والأرض وعدت للمتقين صدق الله العلي العظيم. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, ഇഅ്തികാഫ് ഓർമ്മപ്പെടുത്തുന്നു. പരിശുദ്ധമായ ദിവസം അല്ലാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ചതുപോലെ സ്വർഗത്തിലും അല്ലാഹു ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങളൊക്കെ അല്ലാഹുവിൻ്റെ ഫദ്ല് കൊണ്ട് വിട്ടുപുറത്ത് മാപ്പാക്കി തരട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും പ്രദാനം ചെയ്യട്ടെ. നമ്മുടെയും നമുക്ക് വേണ്ടപ്പെട്ടവരുടെയും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെയൊക്കെ രോഗങ്ങൾ അല്ലാഹു ശിഫയാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നമ്മൾ ശഅബാൻ മാസത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അനുഗ്രഹങ്ങളുടെയും സുഹൃതങ്ങളുടെയും ഒക്കെ വസന്തോത്സവമായ പരിശുദ്ധ റമളാൻ നമ്മിലേക്ക് കടന്നു വരാൻ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഇനിയുള്ളൂ. ശഅബാൻ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നന്മകളിലേക്ക് പാഞ്ഞെടുക്കാനും ഖൈറായ അമലുകളും നന്മകളും വർദ്ധിപ്പിക്കുവാനും ഇപ്പോഴേ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യ പ്രകൃതി അനുസരിച്ച് പെട്ടെന്നൊരു ചേഞ്ചിങ് മനുഷ്യന് സാധ്യമല്ല. റമളാന്റെ മാസപ്പിറവി ദൃശ്യമായി എന്നറിയുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കണ്ണും നാവും നമ്മുടെ ചെവിയും നമ്മുടെ അവയവങ്ങളൊക്കെ സൂക്ഷിക്കാനും ശ്രദ്ധിക്കാനും സ്വാഭാവികമായും പ്രയാസകരമാണ്. അതുകൊണ്ട് തന്നെയാണ് മുൻകൂട്ടി റമളാനിൽ തയ്യാറെടുപ്പുകൾ മുന്നൊരുക്കം നമ്മൾ നടത്തേണ്ടത്. അതുകൊണ്ട് തന്നെയാണ് റമളാന്റെ ചിഹ്നം വിളി കേൾക്കുമ്പോഴേക്ക് ഷഅബാനിലൊക്കെ നമ്മൾ ദുആ ചെയ്യുമ്പോൾ ഉബാരിക് ലനാ ഫീ റജബിൻ വ ശഅബാൻ വബല്ലിഗ്നാ റമളാൻ എന്ന പ്രാർത്ഥനയിലൂടെ റമളാന് വേണ്ടിയുള്ള ഒരുക്കങ്ങൾക്ക് നമ്മൾ തയ്യാറാവുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വലിയ മുന്നൊരുക്കങ്ങളും മുൻകരുതലുകളും ഈ ഷഅബാനിൽ നടത്തിയിരുന്നു എന്നും ഇമാം നസായി, ഇമാം അബൂദാവൂദ് ഒക്കെ റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ നമ്മൾ ഇന്ന് രാവിലെ സുബൈയിലെ ക്ലാസ് സൂചിപ്പിക്കുകയുണ്ടായി. മനുഷ്യരിൽ നിന്ന് തെറ്റുകളും അബദ്ധങ്ങളൊക്കെ നിരന്തരം വന്നുകൊണ്ടിരിക്കുന്ന പഴയ കാലത്തേക്കാൾ സാഹചര്യങ്ങൾ വർദ്ധിച്ചു വന്ന ഒരു കാലഘട്ടമാണ്. പഴയ കാലത്ത് 1000 അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞാൽ ഇന്ന് 10000 അസ്തഗ്ഫിറുല്ലാഹ് പറയേണ്ട വിധം നമ്മുടെ സാഹചര്യങ്ങൾ തിന്മകളിൽ അല്ലെങ്കിൽ തെറ്റുകുറ്റങ്ങളിൽ ആവാസങ്ങളിൽ ലയിച്ചിരിക്കുകയാണ്. പഴയ കാലത്തേക്കാളേറെ നന്മകൾ അധികരിപ്പിക്കാൻ അത്യാവശ്യമാകാൻ കാരണം പണ്ടത്തേക്കാൾ തിന്മകൾക്ക് നമുക്ക് സാഹചര്യം കൂടി. എവിടെ നോക്കിയാലും നമുക്ക് തിന്മകൾ മാത്രമാണ്, ഒഴിവാകാൻ പറ്റാത്ത വിധം നമ്മൾ അതിനൊക്കെ പൊരുത്തപ്പെട്ട് കഴിഞ്ഞു. തെറ്റുകൾ പോലും തെറ്റല്ലാത്ത വിധം നമ്മൾ തെറ്റുകളെ ന്യായീകരിച്ച് തിന്മകളെയും തെറ്റുകളെയൊക്കെ നമ്മൾ നിസ്സാരവൽക്കരിച്ച് പോപ്പുലറൈസ് ചെയ്ത് അല്ലെങ്കിൽ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ജനങ്ങൾക്ക് മുമ്പിൽ പേരും പെരുമയും അല്ലെങ്കിൽ എന്നെ 4 ആൾ ശ്രദ്ധിക്കണമെന്ന റിയാഇന്റെ ലോകത്താണ് നമ്മളൊക്കെ ഉള്ളത്. ഈ ആഴ്ച നമ്മുടെ പത്രമാധ്യമങ്ങളൊക്കെ സജീവമായി ചർച്ച ചെയ്യുകയും വിവാദമാവുകയും ചെയ്തത് ദീപക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടൊരു മുസ്ലിം പെണ്ണ് ചെയ്ത റീൽസും വീഡിയോസുമാണ്. നിരപരാധിയായ അല്ലെങ്കിൽ ചെറിയ അബദ്ധങ്ങളൊക്കെ വന്നു പോയാൽ പോലും ആ മനുഷ്യന്റെ കുടുംബത്തിനെ കണ്ണീരിലാഴ്ത്തി മനം നൊന്ത് മനോവേദന കൊണ്ട് ആത്മഹത്യ ചെയ്യുമ്പോൾ ഒരു പെണ്ണിന്റെ തീവ്രമായ ശ്രമം ജനങ്ങൾക്ക് മുമ്പിൽ മാക്സിമം ആളാകാനും ശ്രദ്ധിക്കപ്പെടാനും ഞാൻ പ്രതികരിക്കുന്ന ആളാണെന്ന ശ്രദ്ധ കിട്ടണം എന്നൊരു ഒരു കാര്യമായിരുന്നു എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു. നമ്മുടെ പെണ്ണുങ്ങളടക്കം ഇന്ന് ഈ റീൽസിന്റെ ലോകത്താണ്. റിയൽ ലൈഫ് എന്താണെന്ന് അവർ മനസ്സിലാക്കുന്നില്ല. റിയൽ ലൈഫിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അങ്ങനെയാകുമ്പോൾ എങ്ങനെയെങ്കിലൊക്കെ ശ്രദ്ധിക്കപ്പെടണം. അതിന് മാക്സിമം വീഡിയോസും ഫോട്ടോസും അപ്ലോഡ് ചെയ്യുക, സ്റ്റാറ്റസ് വെക്കുക, എന്നെല്ലാവരും ശ്രദ്ധിക്കുക. ഇതിനാണ് റിയാ എന്ന് പറയുക, ലോകമാന്യം. അള്ളാഹ്ക്ക് ഏറ്റവും വെറുപ്പുള്ള ഒരു സ്വഭാവമാണ് ലോകമാന്യം. അതായത് സ്വയം സെൽഫ് ഇൻട്രൊഡ്യൂസ്, ഞാൻ തന്നെ വലിയ ആളാണ് അല്ലെങ്കിൽ എന്നെ ശ്രദ്ധിക്കപ്പെടണം എന്നൊരു ചിന്ത ഓരോരുത്തർക്കും ഉണ്ടാവുക. പഴയ കാലത്ത് നമ്മൾ മദ്രസ എന്നൊക്കെ പഠിച്ചത് റിയാ എന്ന് പറഞ്ഞാൽ ലോകമാന്യം. അള്ളാഹ്ക്ക് ഒട്ടും ഇഷ്ടമല്ല ലോകമാന്യം. ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഞാൻ കേന്ദ്ര ബിന്ദു ആവണം, എന്നെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കണം എന്ന ചിന്ത അവനാന് തന്നെ തോന്നുക. അതാണ് ഇപ്പോൾ നമ്മൾ ഇന്നത്തെ സെൽഫിയും സ്റ്റാറ്റസ് വെക്കലും. അപ്പോൾ ആൾക്കാർ നമ്മളെ ശ്രദ്ധിക്കും, പൊളിയാണ്, ഉഷാറാണെന്ന് പറയും, ലൈക്ക് ചെയ്യും. അങ്ങനെ നമ്മുടെ ആത്മനിർവൃതി അടയും. പെണ്ണുങ്ങളൊക്കെ ഇന്നത് കൂടുതൽ ബാധിച്ചിരിക്കുകയാണ്.
അവർ കിട്ടാൻ ഭയങ്കര താല്പര്യമാണ്. നീ ഉഷാറാണെന്ന് പറയുമ്പോഴേക്ക് വീണ് പോകുന്ന പ്രകൃതമുള്ള സ്ത്രീ വർഗത്തെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനത്തെ റീൽസൊക്കെ ചെയ്ത് വീഡിയോസൊക്കെ ചെയ്ത് 4 കമന്റ് വരുമ്പോഴേക്കും അവർ എവിടെയോ എത്തുക. അള്ളാഹു എന്നെ എന്തിനാണ് പഠിച്ചത് എന്ന സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ദിക്റും ഫിക്റൊക്കെ മറന്ന് തിന്മകളിൽ ലയിച്ച് ഞാൻ തിന്മയിലാണെന്ന് പോലും അറിയാതെ സമയങ്ങൾ വെറുതെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ ചിന്തിക്കേണ്ടത്, ഈ സമയത്ത് ഇന്നലെ തന്നെ ഒരു മുഹമ്മദ് മിദ്ലാജ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, മുസ്ലിമാണ്, 4 വയസ്സ് മാത്രം പ്രായമായ ഒരു പിഞ്ചു പൈതലിന്റെ കാലിന്റെ ചുവപ്പ് മാറാത്ത ഒരു കുട്ടിയെ മൃഗീയമായി പീഡിപ്പിച്ച് അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഇതേ സമയത്താണ് ഒരു മുസ്ലിം പെണ്ണിനെയും ഇന്നലെ ദീപകിന്റെ മരണവുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുന്നത്. ഒക്കെ നമ്മുടെ അംഗങ്ങൾ, നമ്മുടെ ആളുകൾ. ഇപ്പൊ ഞാൻ പ്രസംഗിക്കുമ്പോൾ തന്നെ ഇപ്പോൾ കാലിക്കറ്റ് എയർപോർട്ടിൽ വെച്ചുകൊണ്ട് MDMA പിടികൂടി. പന്തിരാങ്കാവ് ഭാഗത്തിലൊക്കെ മുസ്ലിം, ഞാൻ ശരിക്കും നോക്കി ഒക്കെ നമ്മുടെ മുസ്ലിം കുട്ടികളാണ്, ഒക്കെ മുസ്ലിം ചെറുപ്പക്കാർ. എന്താ ഇതിനൊക്കെ കാരണം നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മുടെ ഉത്തരവാദിത്വവും നമ്മുടെ ബാധ്യതയും ഈ സമൂഹത്തിന്റെ മനസ്സിൽ ഈമാൻ ഇട്ട് കൊടുക്കുക, ഭൗതിക ചിന്തയിൽ നിന്ന് മനസ്സിലെ ഭൗതിക താല്പര്യങ്ങൾ എടുത്തു മാറ്റി അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധം മനസ്സിലേക്ക് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് രക്ഷിതാക്കളുടെ ബാധ്യത. ഇതൊക്കെ പ്രസംഗിക്കുമ്പോൾ പറയുമ്പോൾ പലപ്പോഴും ഉസ്താദുമാർക്ക് കാലം തിരിയില്ല, ലോകം തിരിയില്ല എന്ന് പറഞ്ഞ് ആക്ഷേപിക്കും, പരിഹസിക്കും. പക്ഷെ നമ്മളിപ്പോൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കണമോ, 14 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിയെ 16 വയസ്സുള്ള അതേ സ്കൂളിലെ +1 പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ ആരെയും സഹായം ഇല്ലാതെ മൃഗീയമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നു തള്ളുന്നു. 4 വയസ്സ് മാത്രം പ്രായമുള്ള സുഹൃത്തിന്റെ പെൺകുട്ടിയെ മൃഗീയമായി പീഡിപ്പിക്കുന്നു. അപ്പൊ പണ്ടേ ഉസ്താദന്മാർ നമ്മൾ ദീനിന്റെ നിയമങ്ങൾ പറയും, അതായത് അങ്ങനത്തെ കുട്ടികളുമായി ബന്ധപ്പെടാൻ പാടില്ല, അകലം പാലിക്കണം, അകൽച്ച പാലിക്കണം, വർത്താനം പറയാൻ പാടില്ല, സലാം പറയൽ പോലും ഹറാമാണ്. ഇതൊക്കെ ദീനിന്റെ മസല പറയുമ്പോൾ ഇവർക്ക് രോഗമാണ്, അല്ലെങ്കിൽ പറയുന്ന ആളുകൾക്ക് അവരെ മനസ്സിന്റെ വൈകൃതം കൊണ്ടാണ്, വികൃതമായ മനസ്സുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അതിനൊന്നും ആവശ്യമില്ല. നമ്മൾ ശ്രദ്ധിച്ചാൽ പോരാ, നമുക്ക് നമ്മളെ കുറിച്ചുള്ളൊരു ബോധം ഉണ്ടായാൽ മതി, ഒരു സെൽഫ് കൺട്രോളിങ് ഉണ്ടായാൽ മതി. എന്താ പാണും പെണ്ണും കൂടിയാൽ ഒരുമിച്ചാൽ എന്താ എന്നൊക്കെ ന്യായീകരിക്കുന്ന ആൾക്കാരാണ്. സ്ത്രീ പുരുഷ സങ്കലനത്തെയും ഒരുമിച്ച് കൂടലിനെയും ഇടകലരനെയും ഒക്കെ നിരാകരിച്ചുകൊണ്ട് നിരുത്സാഹപ്പെടുത്തിയിട്ട് ഉസ്താദുമാരെ പ്രസംഗിക്കുമ്പോഴേക്ക് ഉസ്താദുമാരെ മേക്കിട്ട് കയറും. അതിനൊക്കെ ആവശ്യം എന്താണ്? അതൊക്കെ വെറുതെയാണ്, നമ്മളെ മനസ്സിന്റെ വികൃതമായ ചിന്താഗതി കൊണ്ടാണ്. അതൊന്നും കുഴപ്പമില്ല, അതിനൊന്നൊരു പ്രശ്നമല്ല എന്ന് പറയാം. പക്ഷെ ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതോ മൃഗങ്ങളെപ്പോലും തോൽപ്പിക്കുന്ന വിധം വളരെ വൈകൃത ആഭാസങ്ങളിലേക്ക് നമ്മുടെ മക്കൾ പൊന്നുപെട്ടുകൊണ്ടിരിക്കുകയാണ്. കബറടക്കം ചെയ്യപ്പെട്ട ചങ്ങനാശ്ശേരി സെമിത്തേരിയിലെ കബറടക്കം ചെയ്യപ്പെട്ട മയ്യത്തിന്റെ ശ്മശാനം മാന്തിയിട്ട്, കബർ മാന്തിയിട്ട് മയ്യത്തിനെ പോലും മൃഗീയമായി ലൈംഗിക വേഴ്ചകൾക്ക് ഒരു ചെറുപ്പക്കാർ ഉപയോഗപ്പെടുത്തി എന്ന് കേൾക്കുമ്പോൾ ഉലായിക അൻആം, മനുഷ്യൻ വൃത്തികെട്ടാലും മൃഗങ്ങളെക്കാളും മതപ്പതിച്ചവനാണ്. മൃഗങ്ങളെ പോലെ എന്ന് പറഞ്ഞാൽ പോരാ, ബൽഹും അദൽ, മൃഗത്തിനേക്കാൾ അതപ്പതിച്ചവനാണെന്ന് പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറയുന്നുണ്ട്. മൃഗങ്ങളെക്കാൾ അതപ്പതിച്ചവർ. ആ രീതിയിലേക്ക് നമ്മുടെ മക്കൾ പോകാൻ കാരണം എന്താണ്? നമ്മൾ നമ്മുടെ മക്കൾക്ക് അതിന് വേണ്ട ബോധം കൊടുത്തില്ല. ചെറുപ്പത്തിലെ നല്ല കൺട്രോളിങ്ങും നിയന്ത്രണവും കൊടുക്കുമ്പോഴേക്ക് ഓവർ നിയന്ത്രണമാണെന്ന് പറഞ്ഞ് ഇസ്ലാമിന്റെ ചിഹ്നങ്ങളെ പരിഹസിക്കുക. അപ്പൊ ആണും പെണ്ണും ഇടകതിരലും കാണലും സംസാരിക്കലും തൊണ്ടലും തോടലും അതൊന്നും ഒരു വിഷയമല്ല, ഹഗ് ചെയ്യല് അതൊന്നും പ്രശ്നമില്ലാത്ത രൂപത്തിലേക്ക് മാറിയപ്പോൾ നമ്മുടെ നാടുകൾ എത്ര തിന്മകൾ അധികരിച്ചു. ഇന്നത്തെ പത്രത്തിൽ പോലും നമുക്കറിയാം, ഒരു മാസം 2500 വിവാഹ മോചനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നു. ഇന്നത്തെ പത്രത്തിലാണ്, ഇന്ന് വെള്ളിയാഴ്ച, ഈ ദിവസത്തെ പത്രത്തിൽ ഞാൻ വായിച്ചതാണ്, 23-ാം തീയതി. ഒരു മാസത്തിൽ 2500 ഡിവേഴ്സ് നടന്നുകൊണ്ടിരിക്കുന്നു നമ്മുടെ നാട്ടിൽ, കേരളത്തിന്റെ പുറത്തല്ല. ബന്ധങ്ങളൊക്കെ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നർത്ഥം. ഈ ഒരു ലോകത്താണ് നമ്മളിപ്പോൾ ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ സമയത്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തികഞ്ഞ ജാഗ്രതയും നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലെ നമ്മുടെ കൂടെ പിടിച്ചുകൊണ്ട് അവരെ കൂട്ടിപ്പിടിച്ച് ചേർത്ത് പിടിച്ച് ദീനീയായ ബോധങ്ങളും അറിവുകളും കൊടുക്കുക അനിവാര്യമാണ്. ഒരു ഫുട്ബോൾ മാച്ച് ഉണ്ടെന്ന് പറയുമ്പോഴേക്ക് വാപ്പ പോവാൻ 2000-നും 3000-നും ബൂട്ട് വാങ്ങിക്കൊടുക്കും, ജേഴ്സി വാങ്ങിക്കൊടുക്കും, മുട്ടുംകാലിൽ നിൽക്കാണ്ട് പാട് വാങ്ങിക്കൊടുക്കും, കയ്യുമല് വാങ്ങിക്കൊടുക്കും, എല്ലാം വാങ്ങിക്കൊടുക്കും. പക്ഷെ നാട്ടിൽ മതപഠന ക്ലാസ് ഉണ്ട്, ജമാഅത്തിന് നിസ്കാരമുണ്ട്, ജമാഅത്തിന് ക്ലാസ് ഉണ്ട്. ഒരു മകനെയും കൊണ്ടുവരില്ല, അതിലേക്ക് കൊണ്ടുവരില്ല, ആ മോട്ടിവേഷൻ കൊടുക്കൂല. നേരെ മറിച്ച് അവന് ഗോവയിൽ കളിയുണ്ട്, കണ്ണൂർ കളിയുണ്ട്, അല്ലെങ്കിൽ ചാലക്കുടിയിൽ കളിയുണ്ട്, ഞാൻ പോട്ടെ എന്ന് പറയുമ്പോഴേക്ക് എന്ത് മോട്ടിവേഷനും കൊടുക്കും, സാമ്പത്തികമായിട്ട് എന്ത് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ്, എന്ത് സപ്പോർട്ടിങ്സും കൊടുക്കും. അതൊക്കെ വലിയ കാര്യമായിട്ട് കാണാം. എൻ്റെ മകൾക്ക് നാളെ ചെന്നൈയിൽ പരിപാടി ഉണ്ട്, അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നാളെ മംഗലാപുരത്തുണ്ട് എന്ന് പറയുമ്പോഴേക്ക് നമുക്ക് ഓള് പോകാൻ വേണ്ടി എല്ലാ പൈസയും പണവും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുക. പക്ഷേ നാട്ടില് മനസ്സിൽ അള്ളാഹുവിന്റെ ബോധവും തൊക്കുവയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്ന ഒരു ക്ലാസ് ഉണ്ട്, അതിലേക്ക് പോകണ്ട, മതപഠന ക്ലാസ്സിന് പോകണ്ട, ഏത് സംഘടനക്കാർ അള്ളാഹിനെ പറ്റി പറയുന്ന മജ്‌ലിസാണ്, അതിലേക്ക് പോകണ്ട, അതിനോടും താല്പര്യമില്ല. അങ്ങനെയാകുമ്പോൾ നമ്മുടെ നാട് വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന തിന്മകളുടെ കൂത്തരങ്ങായി മാറി. നിസ്കാരത്തിനോട് താല്പര്യമില്ല, അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് ഒരു നിർവികാരം, അള്ളാഹ് എന്ന് പറയുമ്പോഴേക്ക് പ്രത്യേകമായ വികാരങ്ങളൊന്നുമില്ല, അള്ളാഹുവിനെ കുറിച്ചുള്ള ബോധങ്ങളോ കാര്യങ്ങളൊന്നുമില്ല. നമ്മൾ അടിച്ചു പൊളിച്ച് നടക്കുക എന്നുള്ളതാണ്. പരിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അലം യഅനില്ലദീന ആമനു അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, കൊടുക്കുക നിങ്ങൾക്ക് കാത്തുക്കണത്. അള്ളാഹിനെ ഓർക്കാനും അള്ളാഹുവിനെ പറ്റി ചിന്തിച്ച് മനസ്സ് താന്ന്
നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി ഒതുങ്ങിക്കൊടുക്കാനും കൽബ് നന്നാകാനും ഇനി ഒടുക്കം നിങ്ങൾ കാത്തുക, ഇനിയും സമയമായില്ല മനുഷ്യാൻ. ഖുർആൻ ചോദിക്കേണ്ട സാഹചര്യം എന്താ? ഈ ആയത്തിറങ്ങിയപ്പോൾ മദീനത്തെ സ്വഹാബത്ത് പൊട്ടിക്കരഞ്ഞു. എന്താ പടച്ചോൻ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുന്നത്? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, പടച്ചോന്റെ ഈ ഒരു ഭീഷണിയുടെ സ്വരം, ഇനിയും സമയമായില്ല, ഇന്ന് നന്നായിക്കൂടെ, അതിന് മാത്രം ഞങ്ങൾ എന്താ തെറ്റ് ചെയ്ത് ഞങ്ങൾ ചിന്തിച്ചു. മദീനത്തെത്തിയ സ്വഹാബത്ത് മദ്യപാനം ഉണ്ടായിട്ടില്ല, കള്ള് കുടിച്ചിട്ടില്ല, വ്യഭിചരിച്ചിട്ടില്ല, ഒരു ഹറാമ് ചെയ്തിട്ടില്ല, ഒരു തെറ്റും ചെയ്തിട്ടില്ല. അങ്ങനത്തെ സമയത്ത് സ്വഹാബത്തിനോട് അള്ളാഹ് ആയത്തിറക്കി കൊടുക്കുന്ന അള്ളാഹിലേക്ക് അടുത്തൂടെ. ഇനി നിങ്ങൾക്ക് സമയമായില്ല, നിങ്ങൾ അന്തം വിട്ട് പൊന്തം വിട്ട് നടക്കുകയാണോ? ഇനിയും സമയമായില്ലേ? അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറഞ്ഞു, അള്ളാഹുവിന്റെ ഈ ഭീഷണി കേട്ടപ്പോൾ ഞങ്ങൾ പേടിച്ചുപോയി. എന്താ ഇതിന് മാത്രമൊക്കെ തെറ്റ് ഞങ്ങൾ വന്നു പോയത്? അപ്പോൾ തെറ്റൊന്നുമല്ല, അവരൊന്ന് കൂടി പൊട്ടിച്ചിരിച്ച് അടിച്ചു പൊളിച്ച് രസിച്ച് കളിക്കാൻ തുടങ്ങിയതാണ്. തമാശ പറഞ്ഞ് ചിരിച്ചപ്പോഴേക്കുള്ള ആയത്തിറക്കി, നിങ്ങൾ വന്ന വഴി മറന്നോ? മക്കയിൽ നിങ്ങൾ അനുഭവിച്ച കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ നിങ്ങൾ മറന്നോ? മക്കയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന കയ്പുകൾ, മക്കയിൽ നിങ്ങൾക്കുണ്ടായിരുന്ന ദുരനുഭവങ്ങൾ, അതൊക്കെ മാറിക്കെട്ടി മദീനത്ത് വന്ന് കുറച്ചൊരു സുരക്ഷിത നിങ്ങൾക്ക് നേരിട്ടപ്പോ, കുറച്ചൊരു സാമ്പത്തിക സമൃദ്ധിയും ഐശ്വര്യവും നേരിട്ടപ്പോഴേക്കും നിങ്ങൾ പൊട്ടിച്ചിരിച്ചാണ്. നിങ്ങൾ അള്ളാനെ മറക്കണ്ടട്ടോ. ഇത് 2026 ഇറങ്ങിയ ആയത്തല്ല. 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയിൽ സ്വഹാബികൾ വട്ടം കൂടി ചിരിച്ചപ്പോഴേക്ക് പടച്ചവനെ ഓർമ്മപ്പെടുത്തൽ. അത് തെറ്റാണ്, ആറാമെന്നല്ല. നിങ്ങൾ ഈ ചിരിയും തമാശയൊക്കെ അള്ളാനെ മറന്നു വരുന്നിട്ടോ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് പറയാണ്, ഈ ആയത്ത് കേട്ടപ്പോൾ ഞങ്ങളൊക്കെ വിതുമ്പിപ്പോയി. ഇതിന് മാത്രം ഞങ്ങളുടെ അടുത്ത് എന്താ തെറ്റ് പറ്റിയെന്ന്. അപ്പൊ നബിതങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ അടുത്ത് വലിയ തെറ്റൊന്നും പറ്റിയിട്ടില്ല. നിങ്ങൾ മക്കയിൽ നിന്ന് വലിയ വിഷമത്തിനും പ്രയാസത്തിനും ബുദ്ധിമുട്ടിനും പട്ടിണിയിലൊക്കെ ആയിരുന്നല്ലോ. മദീനത്ത് വന്നപ്പോൾ നിങ്ങളൊക്കെ മറന്ന് പിന്നെ ചിരിച്ചു കഴിച്ചാൻ തുടങ്ങിയപ്പോൾ അള്ളാഹ് ഓർമ്മപ്പെടുത്തിയതാണ്. അപ്പൊ നമ്മളെ എത്ര ഓർമ്മപ്പെടുത്തണം, ജീവിതം അടിച്ചു പൊളിച്ച് തീർക്കാനുള്ളതാണ് എന്ന രീതിയിലേക്ക് നമ്മുടെ മക്കളെത്തി, നമ്മുടെ പെണ്ണുങ്ങളെത്തി, നമ്മുടെ കുടുംബ സാഹചര്യങ്ങളൊക്കെ അങ്ങനെ എത്തിക്കൊണ്ടിരിക്കുക. പക്ഷെ നമ്മളൊന്ന് ഒരു യൂ ടേൺ അടിക്കേണ്ട സമയമായി ഷഅബാനിലാണ്. പരിശുദ്ധ റമദാന്റെ വക്കിലേക്ക് നമ്മൾ എത്തി നിൽക്കുകയാണ്. നമ്മൾ ജാഗ്രത പാലിക്കേണ്ട സമയമാണ്. ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ അള്ളാഹുവിന്റെ ദീനിന് കോട്ടം തട്ടുമ്പോൾ നമുക്ക് യാതൊരു വിഷമവുമില്ല. അവനാന്റെ വാച്ചിൽ ഒരു പോറൽ വന്നാൽ ഒരു വര വീണ ബേജാറാണ്. അവനാന്റെ ഐഫോണിന്റെ സ്ക്രീനിൽ ഒരു വര വീണ ബേജാറാണ്, അല്ലേ? നമ്മളെ വാച്ചിന് അല്ലെങ്കിൽ നമ്മളെ വില പിടിപ്പുള്ള കാറിന്റെ അതിന്റെ ബമ്പറിന് ഒരു ചെറിയ പോറൽ വന്നു, ഭയങ്കര ബേജാറാണ്. അടി തട്ടുമ്പോഴേക്ക് പഠിച്ച അടി തട്ടിയോ എന്തോ ആവും, ഭയങ്കര ബേജാറാണ്. അള്ളാഹുവിന്റെ ദീനോടെ പിച്ച് ചീന്തപ്പെടാൻ ഒരു ബേജാറുമില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ പരസ്യമായി കാത്തിൽ പറത്ത് നമ്മളെ പെൺകുട്ടികൾ ഒരു പ്രശ്നവുമില്ല. അവരത്ത് മറക്കാതെ അടിച്ചു പൊളിച്ച് നടന്ന് ദീൻ ഇവിടെ പരിഹസിക്കപ്പെടാൻ ഒരു പ്രശ്നവുമില്ല. അവനാന്റെ കാറിന്റെ ബമ്പറിനോടുള്ള സ്നേഹം പോലും അള്ളാഹിന്റെ ദീനിനോട് നമുക്കില്ല. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ദീൻ ഇവിടെ പച്ചയായി പുച്ഛിക്കപ്പെടുമ്പോ പരിഹസിക്കപ്പെടുമ്പോ അവനാന്റെ കാറിന്റെ അടി തട്ടുന്ന വേജാറ് പോലും നമുക്കില്ല. നമ്മൾ ഭൗതികതയിൽ ലയിച്ചു നിൽക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്ന, അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പാഞ്ഞെടുക്കുക. അള്ളാഹുവിന്റെ മഗ്ഫിറത്തിലേക്ക് നിങ്ങൾ പാഞ്ഞെടുക്കാനാ പറഞ്ഞത്. വഫിറു, നിങ്ങൾ ഓടിപ്പോകണം എന്നാ പറഞ്ഞത്. അമാന്തിച്ച് നിൽക്കരുത്, കുറച്ച് കഴിഞ്ഞിട്ടാവാ എന്ന് ചിന്തിക്കരുത്. എന്നിട്ട് ഖുർആൻ പറയുന്നു, വസാരിഉ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വജന്നത്തിൻ അർദുഹാ അസ്സമാവാതു വൽ അർദ് ഉഇദ്ദത്ത് ലിൽ മുത്തഖീൻ. ആ നന്മകളിലേക്ക് പാഞ്ഞെടുക്കാൻ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക. വിട്ടുവീഴ്ചയുടെ സമയങ്ങളിലൂടെയാണ്, വിട്ടുവീഴ്ചയിലൂടെയായിരിക്കണം പൊരുത്തപ്പെട്ടു മനസ്സ് നന്നാക്കിയും പരിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുക. പ്രത്യേകിച്ച് വിഷങ്ങളും വർഗീയതകളും നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലൂടെയാണ് കേരളത്തിലെ മുസ്ലിമീങ്ങൾ പോലും കേട്ടുകേൾവിയില്ലാത്ത വിധം ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം എത്രത്തോളം വർഗീയത ഇറക്കാൻ പറ്റുമോ, വർഗീയത ഇളക്കിവിട്ട്, വംശീയത ഇളക്കിവിട്ട് ഇവിടുത്തെ മുസ്ലിം സമുദായത്തെയും ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെയും ക്രിസ്ത്യൻ സമുദായത്തെയും ഒക്കെ ഭിന്നിപ്പിച്ചുകൊണ്ട് വോട്ടാക്കി ലാഭം കൊയ്യാനുള്ള തീവ്രമായ വൃത്തികെട്ട രാഷ്ട്രീയ താല്പര്യങ്ങളാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാരെന്ന് പോലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മന്ത്രിമാരുടെ ചില പ്രസ്താവനകൾ പോലും അങ്ങനെ പേര് പറഞ്ഞുകൊണ്ട് കാസർഗോഡ് മലപ്പുറത്തൊക്കെ മുസ്ലിമീങ്ങളാണ് മത്സരിച്ച് ജയിക്കുന്നത്. അങ്ങനെ മുസ്ലിമീങ്ങളെ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ട് അപഹസിക്കുക, പിന്നെ മാപ്പ് പറയാ. പഴയ ഒരു ചൊല്ലുണ്ട്, ഒലക്ക കൊണ്ട് അടിച്ചിട്ട് മുറം കൊണ്ട് വീശി കൊടുത്തിട്ട് കാര്യമില്ല എന്ന്. പലതും പറഞ്ഞിട്ട് പിന്നെ ഒരു മാപ്പ് കൊണ്ട് ഈ മുറികളൊന്നും ഉണങ്ങിപ്പോകൂല. കേരളത്തിലെ മുസ്ലിമീങ്ങളെ മാത്രം ഇത്രമാത്രം വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട് ഇവിടുത്തെ ക്രിസ്ത്യാനിയും നായാടിയും പൊലയനും വരെ ഒന്നിക്കണം. ആർക്കെതിരെ? മുസ്ലിമീങ്ങൾക്കെതിരെ. ആരാ പറഞ്ഞത്? ഇവിടുത്തെ വലിയ പ്രഭുക്കൾ, ഇവിടുത്തെ വലിയ തമ്പുരാക്കന്മാർ, അവർ പറയാണ് ക്രിസ്ത്യാനികളും നായാടികളും പോലും ഒരുമിക്കേണ്ട കാലം വന്നിരിക്കുന്നു മുസ്ലിമീങ്ങൾക്കെതിരെ എന്ന് പറഞ്ഞ് നമുക്കെതിരെ ചേരി തിരിഞ്ഞുകൊണ്ട് വർഗീയത വിഷം ചീറ്റാണ്. ഇപ്പോഴാണ് നമ്മൾ മറ്റന്നാള് ഈ തിങ്കളാഴ്ച ഇന്ത്യൻ റിപ്പബ്ലിക്കിടെ 1920 നമ്മളെ രാജ്യം ഒരു സ്വതന്ത്രമായ ഭരണഘടന നമുക്ക് ലഭിച്ച് റിപ്പബ്ലിക്കിടെ ആചരിക്കുക, 77ാമത് റിപ്പബ്ലിക്. രാജ്യത്തിന്റെ സൈനിക കരുത്തും സൈനിക ബലവും ശക്തിയും ഡൽഹിയിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന ഒരു ദിനമാണ് റിപ്പബ്ലിക്കിടെ ജനുവരി 26. ലോകത്തെ ഏറ്റവും വലിയ അന്തസ്സുറ്റ പ്രബുദ്ധമായ ഭരണഘടനയാണ് ഇന്ത്യയുടെ ഭരണഘടന. 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം സ്വതന്ത്രം കിട്ടിയാലും സ്വതന്ത്രമായാലും
അന്നും ഭരണത്തിന്റെ നിയമങ്ങൾ മുഴുവനും ജോർജ് നാലാമൻ്റെതായിരുന്നു. നെഹ്റു ഭരിച്ചാലും രാജ്യത്തിന് സ്വന്തമായിട്ടൊരു ഭരണഘടനയും സ്വന്തമായിട്ട് നിയമാവലികളും ഉണ്ടാകുന്നത് 1950 ജനുവരി 26 10:18 രാവിലെ 10:18 രാജേന്ദ്ര പ്രസാദിനെ അന്നത്തെ നേതാവായി രാജ്യത്തിന്റെ ഭരണാധികാരിയായി ചുമതല ഏൽപ്പിക്കുകയും ചെയ്തു. അന്ന് മുതൽക്കാണ് രാജ്യത്തിന് സ്വന്തമായി ഒരു ഭരണഘടന നിലനിന്നത്. ഒരിക്കലും മുസ്ലിം സമുദായത്തിന്റെ അവകാശങ്ങൾ നിഷേധിക്കാൻ പറ്റാത്ത വിധം ഡോക്ടർ അംബേദ്കർ ഭരണഘടന എഴുതി ചേർത്തു. എന്താണെങ്കിലും എത്ര വർഗീയത കളിച്ചാലും മുസ്ലിം സമുദായത്തിന്റെ അടിസ്ഥാനപരമായ അവകാശങ്ങൾ ഹനിക്കാൻ അവർക്ക് സാധ്യമല്ല. മാറ്റി തിരുത്താനും പറ്റൂല ഭരണഘടന. അത്രത്തോളം സുശക്തമായി അംബേദ്കർ ഭരണഘടന എഴുതി ചേർത്തു. അത് 1950 ഭരണഘടന നിലവിൽ വരുന്നത്. അപ്പൊ ജനുവരി 26 റിപ്പബ്ലിക് ഡേ എന്ന് പറഞ്ഞ ഭരണഘടനയുടെ വാർഷികമാണ്. അന്ന് അംബേദ്കർ ഈ ഭരണഘടന ഉണ്ടാക്കുന്ന കമ്മിറ്റിയിലേക്ക് വരാതിരിക്കാൻ തീവ്രമായ പരിശ്രമം നടത്തിയിരുന്നു. എല്ലാവരും തോൽപ്പിക്കും. അപ്പോഴാണ് മുസ്ലിം സമുദായം, മുസ്ലിം ഭൂരിപക്ഷ പ്രദേശത്ത് ഒരു മുസ്ലിം പണ്ഡിതൻ, ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാറ്റി നിർത്തി അംബേദ്കർ അവിടെ മത്സരിപ്പിച്ച് ജയിപ്പിച്ച് ഈ ഭരണഘടന നിർമ്മാണ സഭയിലേക്ക് അംബേദ്കർ തെരഞ്ഞെടുക്കുന്നത്. എന്തിനാ? മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിന് വേണ്ടി, ഒരുമിച്ച് നിൽക്കാൻ വേണ്ടിയായിരുന്നു. ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഒഴിവാക്കിയിട്ട് അംബേദ്കർക്ക് സ്ഥാനം കൊടുത്തതിനാ. അതുകൊണ്ടാണ് നമുക്ക് ഇങ്ങനത്തെ സുശക്തമായ ഒരു ഭരണഘടന നിലവിൽ വന്നത്. ഈ തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേ ആചരിക്കുമ്പോൾ നമുക്ക് ഏറ്റവും അഭിമാനം എന്താണ്? മുസ്ലിം സമുദായത്തിന് അവകാശങ്ങൾ നിഷേധിക്കപ്പെടാൻ പറ്റാത്ത വിധം കൃത്യമായി ഭരണഘടന നമുക്ക് നൽകപ്പെട്ടത് അന്നത്തെ അംബേദ്കർ മുസ്ലിം സമുദായം കൊടുത്ത സപ്പോർട്ടായിരുന്നു എന്ന് മനസ്സിലാക്കാൻ കഴിയണം. രാജ്യത്തിന്റെ സ്നേഹം ഐക്യവും തകരാൻ പാടില്ല. മന്ത്രിമാരും പോലും പറയാണ് കാസർഗോഡ് മലപ്പുറത്തൊക്കെ മുസ്ലിമീങ്ങൾ മാത്രമാണ് ജയിക്കുന്നത്. ഞാൻ പറയട്ടെ പ്രിയപ്പെട്ടവരെ, അപ്പൊ നമ്മൾ എന്തിനാ പറയണമെന്നറിയോ? നമ്മളെ തകർക്കാനുള്ള നിഗൂഢ ലക്ഷ്യങ്ങളുമായി കൈകന്മാർ റോന്തു ചുറ്റുന്നുണ്ട്. നമ്മുടെ മുകളിൽ അവർ വട്ടമിട്ട് പറക്കുന്നുണ്ട് എന്ന ബോധം നമുക്ക് വേണം. അപ്പൊ നമ്മൾ അസ്തിത്വം മറന്ന് നമ്മൾ ഒരിക്കലും തന്നെ വൃത്തികേടുകളിൽ ലയിച്ചു പോയാൽ പ്രിയപ്പെട്ടവരെ, റബ്ബ് നമ്മളെ പരീക്ഷിക്കും, റബ്ബ് നമ്മളെ ശിക്ഷിക്കുക തന്നെ ചെയ്യും. ഇത്രമേൽ നമ്മളെ നശിപ്പിക്കാനുള്ള കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ നമ്മുടെ രാജ്യത്തിന്റെ ഐക്യവും സ്നേഹവും ഒക്കെ എത്രത്തോളം കാത്തു സൂക്ഷിക്കേണ്ടതുണ്ട്. ബഹുമാനപ്പെട്ട മഹാന്മാരായ പണ്ഡിതന്മാരും മുൻഗാമികളൊക്കെ നമ്മുടെ രാജ്യത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവന ഐക്യവും സ്നേഹവുമായിരുന്നു. എന്നിട്ട് എന്തിനാ അവിടുത്തെ ക്രിസ്ത്യാനികളെ പോലെ മുസ്ലിമുകൾക്കെതിരെ ഇറക്കി വിടുന്നത്? ഭൂരിപക്ഷ ഹിന്ദു സമുദായത്തെ മുസ്ലിമുകൾക്കെതിരെ ഇറക്കി വിടുക. ഇതന്നെയാണ് ഫാസിസ്റ്റ് ശക്തികൾ ഉത്തരേന്ത്യയിലൊക്കെ നിർവഹിച്ചത്. വർഗീയ അജണ്ട ഇളക്കിയിട്ട് മുസ്ലിം സമുദായത്തിന്റെ, ഭൂരിപക്ഷ സമുദായത്തിന്റെ വികാരങ്ങൾ ഉണർത്തിയിട്ട് അത് വിളിച്ചുണർത്തിയിട്ട് വോട്ടാക്കിയിട്ട് അവരുടെ അധികാരം നിലനിർത്തുക. പക്ഷേ നമ്മൾ ഒരിക്കലും തന്നെ വഞ്ചിതരാകരുത്. നമ്മളൊരിക്കലും വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് തീവ്രവാദികളായി മാറുകയും ചെയ്യരുത്. നമുക്കറിയാം നമ്മുടെ പാരമ്പര്യം, നമ്മുടെ രാജ്യം റിപ്പബ്ലിക് ഡേ ആചരിക്കുമ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ പാരമ്പര്യം സുന്ദരമാണ്. ഏതുവരെ രാഷ്ട്രീയ പ്രബുദ്ധം നേരിട്ടാലും മുസ്ലിം സമുദായത്തിന് എവിടെയും അടിച്ചമർത്താൻ സാധ്യമല്ല. ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രി അബുൽ കലാം ആസാദ് ആയിരുന്നു. നമുക്കറിയാം വട്ടമേശ സമ്മേളനത്തിൽ പോലും പ്രസംഗിക്കാൻ ബഹുമാനപ്പെട്ട മൗലാന മുഹമ്മദ് അലിയെയാണ് അന്ന് പ്രിയപ്പെട്ട സഹോദരന്മാരെ ഗാന്ധിജി പോലും നിയോഗിച്ചിരുന്നത്. ഇടക്കിടക്ക് പ്രസംഗിക്കുമ്പോൾ ബ്രിട്ടീഷ് രാജാവിന്റെ മുമ്പിൽ അല്ലെങ്കിൽ അവിടെ ചെന്ന് പ്രസംഗിക്കുമ്പോൾ വരെ മൈ ബിലോവ്ഡ് പ്രൊഫറ്റ് സെഡ് എന്ന് പറഞ്ഞ് നബി തങ്ങളുടെ ഹദീസ് ഓതി പ്രസംഗിച്ചപ്പോൾ ഡു നോട്ട് റിപ്പീറ്റ് അഗൈൻ, ഇത് മുഹമ്മദിനെ പറ്റി പറയേണ്ട വേദിയല്ല എന്ന് പറയുമ്പോൾ, if I am speaking about religion, I am firstly, secondly and finally Muslim. And if I am speak about our country, I am firstly, secondly and finally I am Indian. അദ്ദേഹം പറഞ്ഞ വാക്കാണ്. മതപരമായി നോക്കുമ്പോൾ ഞാൻ ഒന്നാമതും രണ്ടാമതും മൂന്നാമതും ഒന്നാമത് തഖ്വയുള്ള മുസ്ലിമാണ്. രാജ്യത്തിന് വേണ്ടി സംസാരിക്കുമ്പോൾ ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും ഞാൻ ഒരു രാഷ്ട്രത്തിന്റെ രാഷ്ട്രീയ നേതാവ്. ഇത് നമ്മുടെ നിലപാടായിരിക്കണം. ഏത് വലിയ രാഷ്ട്രീയ സംഘടന പ്രവർത്തിക്കുകയാണെങ്കിലും ദീനിന് മുൻഗണന കൊടുക്കണം. ദീനിനും ഇഖ്ലാസിനും തഖ്വക്കും മുൻഗണന കൊടുക്കണം. ദീനീയ സംഘടനയും രാഷ്ട്രീയ സംഘടനയും ഉണ്ടാകുമ്പോൾ ദീനീയ സംഘടനയ്ക്ക് മുൻഗണന കൊടുക്കണം. ബഹുമാനിക്കേണ്ടതിനെ ബഹുമാനിച്ചുകൊണ്ട് നമ്മൾ നിൽക്കണം. അപ്പോഴാണ് അള്ളാഹുവിന്റെ ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, അള്ളാഹുവിന്റെ സഹായം ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മുടെ എല്ലാ സമുദായവും നമ്മളെ ചേർത്ത് പിടിക്കും. നമ്മുടെ വെന്നിയൂര് ഒരു മദ്രസ ഉണ്ട്, നാസറുൽ ഇസ്ലാം മദ്രസ. ആ മദ്രസക്ക് സ്ഥലം വിട്ടുകൊടുത്തത് ആരാണ്? പാറുക്കാട്ടിൽ ചിന്നു അമ്മ എന്ന് പറയുന്ന ഹിന്ദു പെണ്ണാണ് മദ്രസക്ക് സ്ഥലം കൊടുത്തത്. ഇവിടെ പൊന്നാനിക്കടുത്ത് മണത്തല അടുത്ത് ഹൈദ്രോസ് മൂപ്പൻ ഗുരുവായൂർ ട്രസ്റ്റി മെമ്പറാണ്. അമ്പലത്തിന്റെ ട്രസ്റ്റി മെമ്പർ ആര്? ഒരു ഹൈദ്രോസ് മൂപ്പൻ. എന്നാൽ നിലമ്പൂര് പോയി നോക്കുകയാണെങ്കിൽ കോവിലൊക്കെ തപ്പുവോട്ടന് ഹിന്ദുവാണ്, മുസ്ലിം പള്ളിന്റെ ട്രഷററാണ്. ഈ ഒരു ഐക്യമുണ്ട്. അദ്ദേഹം പള്ളിക്ക് സ്ഥലം കൊടുത്തിട്ടുണ്ട്. ആധാരങ്ങളൊക്കെ സൂക്ഷിക്കാനും പരിപാലിക്കാനൊക്കെ വേണ്ടി പള്ളിന്റെ ട്രഷററായിട്ട് ഒരു ഹിന്ദു അപ്പുവേട്ടൻ. അമ്പലത്തിലെ സ്വത്ത് സംരക്ഷിക്കാൻ വേണ്ടി പൊന്നാനി മണത്തലയിലെ ഹൈദ്രോസ് മൂപ്പൻ അമ്പലത്തിൽ ട്രസ്റ്റി മെമ്പർ. ഇതൊക്കെ എന്താണെന്നറിയോ? ഈ കൊടുക്കലും വാങ്ങലും ഈ ഐക്യത്തിന്റെ സന്ദേശം ഇത് തകർത്തുകൊണ്ടാണ് കേരളത്തിലെ മന്ത്രിമാർ പോലും വർഗീയ വിഷം ചുറ്റി പ്രസംഗിക്കുന്നത്. എന്ത്? ക്രിസ്ത്യാനികളൊക്കെ മുസ്ലിമുകൾക്ക് എതിരാകണം. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത്രത്തോളം നമുക്കിതിരെ ശത്രുത, ഇവിടെ വെറുപ്പ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നുവെങ്കിൽ എത്രത്തോളം നമുക്ക് ശ്രദ്ധയും ബോധവും ജാഗ്രതയും ഉണ്ടാകണം എന്ന് നമ്മൾ ചിന്തിക്കുക. അപ്പൊ നമ്മൾ പരസ്പരം കലഹിക്കുകയല്ലോ വേണ്ടത്. വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, വഅതസിമു ബിഹബ്ലില്ലാഹി ജമീഅ, നിങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ളതാണ്. ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും,
എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നന്മയിലേക്ക് ചേക്കേറാനുള്ള സമയങ്ങൾ അതിക്രമിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ കഴിയുമ്പോഴേക്ക് റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആത്മാവിനെ സംസ്കരിക്കുക. ഏത് വലിയ ആള് നമ്മളായാലും ആരൊക്കെ നമ്മുടെ പിന്നിലുണ്ടെങ്കിലും എല്ലാവരും കൈയൊഴിയുന്ന ആറടി മണ്ണിലേക്ക് നമ്മൾ പോകേണ്ടവരാണ്. പലപ്പോഴും പറയുന്ന പോലെ നമ്മളെ കാത്തിരിക്കുന്നത് മീസാൻ കല്ലുകളും ആ മീസാൻ കല്ലുകൾക്ക് മുകളിലുള്ള മൈലാഞ്ചി ചെടികളുമാണ്. നമ്മൾ അവിടത്തേക്ക് വേണ്ടി അമലുകൾ ആഖിറത്തിനെ നമ്മൾ മറക്കരുത്. ഉള്ള സമയങ്ങൾ ദിക്റുകളും സ്വലാത്തുകളും ഇഅ്തികാഫും ജമാഅത്തുകളും അധികരിപ്പിക്കുക. നമ്മുടെ കുട്ടികളൊക്കെ വലിയ വൃത്തികേടിലേക്ക്, ഇന്നലെ ഫറോക്ക് ബസ് സ്റ്റാൻഡിൽ പോലും ചെറിയ കുട്ടികൾ അടിപിടി കൂടുന്ന വീഡിയോസ് എല്ലാ വാട്സപ്പിലും പ്രചരിച്ചു. എന്നിങ്ങനത്തെ ചെറിയ വിഷയങ്ങൾ, ചെറിയ കാലിന് ചോപ്പ് മാറില്ല. 7ാം ക്ലാസ്സിലെത്തുമ്പോഴേക്ക് പ്രണയത്തിന്റെ ലോകം, പ്രേമത്തിന്റെ ലോകം. ഞാൻ പ്രണയിക്കുന്ന പെണ്ണിനോട് ഈ ചിരിച്ച എന്തിനാ, അടിച്ചാ കുത്തുക. ചെറുപ്പത്തിലെ MDMA-യും മാരകമായ ലഹരി ഉപയോഗങ്ങളും. അല്ലെങ്കിൽ ചിന്തിച്ചു നോക്കി, 4 വയസ്സ് മാത്രം പ്രായമുള്ള കുട്ടിനെ പീഡിപ്പിച്ച മിഥിലാജ് എത്രമാത്രം വൃത്തികെട്ടതാണ്. പത്രമാധ്യമങ്ങളൊക്കെ പേരെടുത്തിട്ട് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ദീപക് ആത്മഹത്യ ചെയ്യുമ്പോൾ സുജിത മുസ്തഫ ഒരു മുസ്ലിം പെണ്ണല്ലേ, അതും ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെയാകുമ്പോൾ നമുക്കൊരു ശ്രദ്ധ വേണ്ടേ? അള്ളാഹുവിന്റെ വിശുദ്ധ ദീനുൽ ഇസ്ലാമിനെ നമ്മളെ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും ബുക്ക് സ്റ്റാളിൽ പോയിട്ട് ബുക്ക് വാങ്ങി പഠിച്ചൂല. നമ്മളെ ജീവിതം കണ്ടിട്ടേ പഠിക്കുള്ളൂ. പക്ഷെ നമ്മുടെ ജീവിതം കണ്ടിട്ട് ആരാ ഇസ്ലാമിലേക്ക് വരുന്നത്? ഇസ്ലാം ഇവിടെ പ്രചരിച്ച ചരിത്രം അങ്ങനെയാണ്. കേരളത്തിലേക്ക് വന്ന മഹാന്മാരുടെ ജീവിതം വിശുദ്ധി കണ്ടിട്ട് ഇസ്ലാമിലേക്ക് വന്നു. നമ്മുടെ ജീവിത വിശുദ്ധി കണ്ടിട്ട് ആര് വരാനാണ്? അതുകൊണ്ട് നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ജീവിതം നയിക്കുക. കച്ചവടക്കാരനാകുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ കച്ചവടം ചെയ്യാൻ കഴിയണം. ഏത് തൊഴിലും തഖ്വയിലൂടെ നമുക്ക് ചെയ്യാൻ കഴിയണം. അള്ളാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. നമ്മുടെ രാജ്യം ഒരിക്കൽ കൂടി ജനുവരി 26 തിങ്കളാഴ്ച റിപ്പബ്ലിക് ഡേ ആയി ആചരിക്കുമ്പോൾ മുസ്ലിം സമുദായത്തിന് അള്ളാഹു ഇസ്സത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. വർഗീയ വിഷം ചീറ്റി വർഗീയത ഇളക്കി വിട്ട് മുസ്ലിം സമുദായത്തെ നശിപ്പിക്കാൻ കൊണ്ടുപിടിച്ച ശ്രമങ്ങൾ നടക്കുമ്പോൾ മുസ്ലിം സമുദായത്തിൽ നമ്മുടെ മക്കൾക്ക് അള്ളാഹു സുശോഭനമായ ഭാവിയും മോചനം നൽകി അനുഗ്രഹിക്കട്ടെ. വാഖിറു ദഅ്വാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒരു സഹോദരി